പച്ചക്കായ കൊണ്ട് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വൈകുന്നേരം നമുക്ക് ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചായ പലഹാരമാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പച്ചക്കായ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 7 എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ടാണ് കേട്ടോ. വലുതാണെങ്കിൽ ഇത്രയൊന്നും വേണ്ടി വരില്ല, ഒരു 3-4 ഒക്കെ എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൽ ഉപ്പ്, മഞ്ഞൾ ഒന്നും ചേർക്കേണ്ടതില്ല. 2-3 വിസിലടിക്കുമ്പോഴേക്കും തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ഉള്ളി ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നമുക്കിനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അധികം എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തതാണല്ലോ. അതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് ഞാനിതിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച പഴത്തിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളയാം. ഇനി നമുക്ക് പഴം മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾ ഇതിലിട്ടിട്ട് തന്നെ ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ സമയം വരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്കത് മറന്നു പോയത് കൊണ്ട് ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം പഴത്തിലും നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈസിൽ ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കരുത്, കാരണം നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. കടലപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ കലക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി ഇല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ഇതേപോലത്തെ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോളെല്ലാം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ മസാല ബോൾസ് നമ്മൾ നന്നായിട്ട് ഇതിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ ബോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഓരോ ബോളും മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിയും ബോണ്ടയിലും ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് നമുക്ക് ഇത് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ചെയ്തെടുക്കാം. പച്ചക്കായ കൊണ്ട് നമ്മൾ ബജ്ജിയും അതേപോലെ തോരനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ. നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളിൽ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ നല്ല മസാലയൊക്കെ ആയിട്ട് പുറമേ കടലപ്പൊടിൻ്റെ കോട്ടിംഗ് എല്ലാം ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.